നമസ്കാരം. രാധാകൃഷ്ണനാണ്. ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. നമ്മളെ ഡൽഹി സമരത്തിൽ നമ്മളെ സിനിമാ നടന്മാർ പ്രതികരിച്ചു. ഇതുവരെ നമ്മളെ കേരളത്തിൽ ഒരുപാട് സമരങ്ങളുണ്ടായിട്ട് യുവമാരെ വായിൽ പഴമായിരുന്നു തിരി വെച്ചിരുന്നു. ഇപ്പോൾ യുവമാർക്ക് പ്രതികരിക്കാൻ അറിയാം. ഈ അവൻ്റെത് ആൻ്റണിയാണ്, അവൻ്റെയൊക്കെ പേരുകളാണ്, അവൻ്റെ പേരുകൾ സിനിമ നടന്മാരുടെ പേരാണ് എനിക്ക് വരാത്തത്. കുഞ്ചാക്ക കോവൻ, ഇവൻ്റെയൊക്കെ സിനിമ ഹിന്ദുക്കൾ കാണരുത്. ഞാൻ പറഞ്ഞു, ഇവൻ്റെയൊക്കെ സിനിമ കാണാൻ പോവുകയും ചെയ്യരുത്. കാര്യം ഇവനൊക്കെ ഈ രാജ്യദ്രോഹമായിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഇവനൊക്കെ ഇവിടെ കേരളത്തിൽ സമരം നടന്നപ്പോൾ ഇവനൊന്നും പ്രതികരിക്കാൻ നേരമില്ല. അങ്ങ് വന്നപ്പോൾ ഡൽഹി പോയപ്പോൾ അങ്ങ് ഡൽഹി ചെന്ന് ഒരുപാട് അങ്ങ് പ്രതികരിക്കുന്നു. അതുകൊണ്ട് ഇവൻ്റെ സിനിമ ഞാൻ തീരുമാനിച്ചു ടി വിയിൽ വരെ ഞാൻ കാണില്ല. തീരുമാനിച്ചു തന്നെയാണ്. ഇത്രയും ബി ജെ പിയിലുള്ള വിരോധം യുവന്മാർക്കുണ്ടെങ്കിൽ നമുക്ക് യുവന്മാരുടെ വിരോധം, നമ്മളല്ലേ യുവന്മാരെ വളർത്തി വലുതാക്കിയത്. അതുകൊണ്ട് ഈവനൊന്ന് ഈ വേറെ ഒരു ഹരിദാസയാണ് ഇവളെ കണ്ടാൽ ഈ ബി ജെ പിക്ക് എതിരായിട്ട് സംസാരിക്കുന്നത്. വർഗീയത എന്ന് പറഞ്ഞാൽ യുവന്മാർക്ക് വർഗീയതയില്ല. യുവന്മാർ വർഗീയത കൊണ്ടല്ലേ സംസാരിക്കുന്നത്, അല്ലാതെ രാജ്യസ്നേഹം കൊണ്ടാണ് സംസാരിക്കുന്നത്. വിദ്യാർത്ഥിയിലൂടെ സർക്കാർ നിൽക്കുന്നുണ്ട്, ഗവൺമെൻറ് വിദ്യാർത്ഥിയുടെ കൂടെയാണ് നിൽക്കുന്നത്. അതിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിനെ ഉമ്മായിക്കൊന്നും കാണിക്കുന്നത് അവർ ഭംഗിയായിട്ട് ഭരിക്കാൻ കേട്ടാ. ഇത്രയും ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ തൽക്കാലം ഈ വീഡിയോ ചുരുക്കി നിർത്തുന്നത്. യുവന്മാരെ പടം കാണരുത്, ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. യുവന്മാരെ ഒറ്റപ്പെടുത്തണം. കാര്യം ഇവർക്കൊക്കെ വർഗീയത പറയാം, വർഗീയത നിൽക്കാം. നമുക്ക് ഒന്നും പറഞ്ഞുകൂടാ, ചെയ്തുകൂടാ. നമ്മളെന്തെങ്കിലും ചെയ്തു വെച്ചാൽ വർഗീയത. യുവന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ ലോകാത്ഭുതം. ഇവനൊക്കെ അഭിനയിക്കണം, പൈസ വാങ്ങിക്കണം, പോകണമെന്നല്ല. ഇവനെയൊക്കെ വളർത്തിയത് നമ്മളാണ്. തളർത്താണ് നമ്മൾ വിചാരിച്ച് നടക്കും. അതുകൊണ്ട് ഈ കുഞ്ചാക്കോവൻ എന്ന് പറയുന്ന നാറിയുടെ പടം കാണരുത്. ഇവൻ കേന്ദ്ര ഗവൺമെൻറ് എതിരായിട്ട് സംസാരിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റേ രമൺ ടോമന അവൻ്റെ അവൻ്റെ പേരിനെ വായിക്കാതെ പറഞ്ഞില്ല ആ നാറി ചെയ്യുന്നതിന്. ഇവനെയൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല. ബി ജെ പി ഗവൺമെൻറ് യുവന്മാർക്കെല്ലാം കൃമി കടി. അപ്പോൾ ഒരുപാടങ്ങ് തിളക്കല്ലേ. ഇതുപോലെ തിളച്ചവന്മാരൊക്കെ ഇന്ന് ചട്ടിക്കകത്തായി കിടക്കുകയാണ് കേട്ടാ. ഒരുപാടൊന്നും തിളയ്ക്കണ്ട. നീയൊക്കെ കുറച്ച് അടങ്ങി ഒരുങ്ങി തിളച്ചാൽ മതി. ഞങ്ങൾക്കും അറിയാൻ പ്രതികരിക്കാം. പിന്നെ പ്രധാനമന്ത്രിയെ പറഞ്ഞ ഒരു ഗുണ്ട ഉണ്ടല്ലോ, ആണും പെണ്ണും കെട്ടവൻ നാറി. അവൻ പ്രധാനമന്ത്രിയെ പറയാൻ എന്ത് യോഗ്യമുണ്ട്? ഈ നാട്ടിൽ ഇഷ്ടമല്ലെങ്കിൽ ഇവൻ നാട് വിട്ട് പോകണം. ഈ നാട് വിട്ട് പോവാം. വൃത്തികെട്ടവൻ. അവനതായിട്ട് കേസ് എനിക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇവനെ കേസ് കൊടുത്തതിന് വേണ്ടി ഊപ്പാട് വരുന്നത്. ഈ രാജ്യത്ത് രാജ്യദ്രോഹി പറയണ്ട. പ്രധാനമന്ത്രിയെ പറഞ്ഞാൽ തിരിച്ച് നമ്മൾ അതുപോലെ പറയും. പ്രധാനമന്ത്രിയെ പറയാൻ യുവമാർക്ക് എന്ത് യോഗ്യതയുണ്ട്? ബി ജെ പിയെ വളർത്തുന്ന ഇവിടുത്തെ ബി ജെ പി പ്രവർത്തകരുണ്ട്. അവർ വളർത്തിക്കോളും. ഇവനൊന്നും നാരികൾ പറയാനൊന്നും വേണ്ട. കേന്ദ്രത്തിനെതിരായി സംസാരിക്കും. ഇത്രയും കാലം ഈ പണ്ട് ഇവിടെ മറ്റേ കിൽക്കരിയൊക്കെ അഴിമതി നടന്നപ്പോൾ യുവന്മാരൊന്നും കാണാനില്ല. കോടികൾ അഴിമതി നടന്നില്ല ഇവിടെ. അന്ന് ഇവൻ്റെയൊക്കെ വായിലെന്തിരുന്ന് ഇവിടെ ആശാസമരം നടത്തി. അന്ന് ഇവൻ്റെ വായിലെന്തിരുന്ന് കേട്ടു മുട്ടിട്ട് ചെറുപ്പക്കാരന്മാർ തൊഴിലിന് വേണ്ടി ഇഴഞ്ഞ് മണ്ണ് വാരി തിന്ന്. അപ്പോഴൊക്കെ ഇവൻ്റെ വായിലെന്തിരുന്ന് പ്രതികരിക്കാനുള്ള സമ്പ്രദായം യുവന്മാരുണ്ടാക്കിയാണ് കേട്ടാ. അതുകൊണ്ട് പ്രതികരിച്ചേ പറ്റൂ. അതുകൊണ്ട് ഇവൻ്റെ ഒന്നും സപ്പോർട്ടില്ല തന്നെ ബി ജെ പി വളരും കേട്ടാ. നിൻ്റെ ഒന്നും സപ്പോർട്ട് വേണ്ട. ഇവനൊക്കെ നമ്മളെ സപ്പോർട്ടില്ലെങ്കിൽ ഇവനൊക്കെ എങ്ങനെ? ഇവൻ്റെയൊക്കെ പടം കാണരുത്. ഇത്രയും ഞാൻ പറഞ്ഞ് നിർത്തുകയാണ് കേട്ടാ.